ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ബ്ലാസ്റ്റ് വീഡിയോ. സോ ഇന്നെന്താ വലിയ പ്രാർത്ഥനയും ഭക്തിയൊക്കെ ആയിട്ട് വന്നേക്കണേന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ? വേറെ ഒന്നുമല്ല, ഇന്നെന്താ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് കോഴിക്കോട്ടെ ശനിയല്ലേ, ലാസറിൻ്റെ ശനി എന്നറിയപ്പെടുന്ന ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. ബിക്കോസ് ഞങ്ങളുടെ വീട്ടിൽ കോഴിക്കോട്ടെ ഉണ്ടാക്കുന്ന ആകെ വർഷത്തിലൊരു ദിവസം ഇതായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണേ ഇങ്ങനെ നൊസ്റ്റാൾജി അടിച്ച് കോഴിക്കോട്ടെ തിന്നാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടി ഒരു അടിപൊളി കോഴിക്കോട്ടെ റെസിപ്പിയാണ്. സോ ഞാൻ മിക്കപ്പോഴും വാൾമാർട്ടിലെ അരിപ്പൊടിയാണ് ഉപയോഗിക്കാറ് കുഴക്കട്ട ഉണ്ടാക്കാൻ. എനിക്ക് മറ്റേ ഇടിയപ്പത്തിൻ്റെ പൊടിയിനേക്കായും കുറച്ചുകൂടെ എനിക്കിഷ്ടം തോന്നി വാൾമാർട്ടിലെ അരിപ്പൊടി നന്നായിട്ട് വരുന്ന പോലെ തോന്നിയിട്ടുള്ളത്. സോ സെയിം എമൗണ്ടിൽ പൊടിയും നല്ല തിളച്ച വെള്ളത്തിൽ ഇത്തിരി ഗീയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കുക. അതിൻ്റെ ഫില്ലിങ്ങായിട്ട് ശർക്കര വിളയിച്ചിട്ട് അതിൻ്റെ അകത്ത് തേങ്ങയും മറ്റേ നമ്മുടെ ജീരകവും ഏലക്കയൊക്കെ പൊടി ചേർത്ത് ആ ഫില്ലിങ് ഉണ്ടാക്കുക. ഇനിയാണ് ഏറ്റവും ഫ്ലോപ്പാവുന്ന പാട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് അത് ഉരുട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട്. ഇത് പൊട്ടിപ്പോവാതെ ലീക്കാവാതെ നല്ലതായിട്ട് വരിക. അപ്പം ഞാൻ പണ്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് തെറ്റിപ്പോവുമായിരുന്നു, ഇങ്ങനെ ലീക്കാവും പൊട്ടിപ്പോവും. അപ്പം അതിന് ഞാനൊരു ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടതാണ് യൂട്യൂബിൽ. ആ റെസിപ്പി ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യാറ്. അത് നല്ല അടിപൊളിയായിട്ട് വരാറുണ്ട്. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൊടി നമ്മൾ ഈ ഉരുളകൾ പരത്തുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഒരു ഹോള് ഡിഗ് ചെയ്യുക, ഒരു ചെറിയൊരു കുഴി നടുക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറച്ചിട്ട് മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അപ്വേർഡ് ഡയറക്ഷനിൽ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പൊടി വന്നിട്ട് നന്നായിട്ട് സീലാവും. അപ്പോൾ ഒരു വെള്ളലോ ഒരു പൊട്ടലോ ഒന്നും ഉണ്ടാകാൻ നല്ല സ്മൂത്തായിട്ടുള്ള കോഴിക്കോട്ട നമുക്ക് കിട്ടും. അതിന് ശേഷം അതൊന്ന് സീൽ ചെയ്യാനായിട്ട് ഓപ്പണിംഗ് പാർട്ട് നമ്മൾ ഇത്തിരി വെള്ളം വെച്ചിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊട്ടത്തേയില്ല, ശർക്കര ലീക്കാവാതെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള കോഴിക്കോട്ട നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഞങ്ങളിന്ന് വീട്ടിലുണ്ടാക്കി. മാർത്തേനെയും മറിയത്തെ പോലെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങളുടെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു അളവ് ഈ റെസിപ്പി ഞാൻ കണ്ടത് ഒരു ചേട്ടനില്ല, എനിക്ക് പേര് ഓർമ്മയില്ല, എന്താണ് സ്നേഹം തരൂ എന്നൊക്കെ പറഞ്ഞ ചേട്ടൻ. ആ ചേട്ടൻ്റെ റെസിപ്പി ഞാൻ ഫോളോ ചെയ്യാറ്. പക്ഷെ പെർഫെക്റ്റായിട്ട് വരാറുണ്ട്. അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഈ കോഴിക്കോട്ടെ ശനിയാഴ്ചയ്ക്ക് നൊസ്റ്റാൾജി അടിച്ച് മടി പിടിച്ചിരിക്കാതെ വേഗം പോയി കോഴിക്കോട്ടെ ഉണ്ടാക്കുക. ആൻഡ് യു ഹാവ് എ ബ്ലെസ്ഡ് Saturday. Thank you. Bye. See you with another video.